തന്നെ ചതിച്ചത് മരുമകളും അനുജത്തിയുമാണെന്ന് ഷീല സണ്ണി പറഞ്ഞു. അറസ്റ്റിലാകുന്നതിന് തലേ ദിവസം ഇരുവരും വീട്ടിലെത്തിയിരുന്നു. താൻ വിളമ്പിക്കൊടുത്ത ഭക്ഷണം കഴിച്ച് വീട്ടിൽ താമസിച്ച് അവർ ചതിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും ഷീല സണ്ണി പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ വീട്ടിൽ നമുക്ക് വിരുന്നുകാർ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അവരിപ്പം നമ്മളിങ്ങനെ ചതിക്കുന്നു. നമ്മുടെ റൂം കിടക്കാൻ കൊടുത്തു, നമുക്ക് ഒരു സംശയം ഉണ്ടായില്ല. പക്ഷേ ഇവർ തലേ ദിവസം ഈ മരുമോളും അനിയത്തിയും കുറേ നേരം വീടിൻ്റെ പുറത്ത് നിന്ന് കുറേ നേരം സംസാരിക്കണം. ഇപ്പോഴാണ് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതായിരിക്കാം അന്ന് ഗൂഢാലോചന നടന്നത്. അപ്പം ഞാൻ മരുമോളോട് ചോദിച്ചായിരുന്നു എന്താ ഇത്ര നേരം സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ ഏതോ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞ് സംസാരിക്കുകയാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ റൂമിൽ കടന്നു. അന്ന് തലേ ദിവസം എൻ്റെ വണ്ടി എടുത്തിട്ട് പോയി. പക്ഷെ അന്നൊന്നും നമ്മൾക്ക് ഇവർ ഈ ചതി ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മുടെ ഭക്ഷണം ഞാൻ കൈകൊണ്ട് വെച്ച് കൊടുത്ത ഭക്ഷണം കഴിച്ചു. ലാസ്റ്റ് എന്നെ തന്നെ അവർ ചതിച്ചിട്ട് പോയി. പക്ഷേ ഈ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോൾ 1 വർഷം ആവാൻ പോവാണ്. ഷീല സണ്ണിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. വിവരങ്ങളുമായി തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് ചേരുകയാണ്. തിയോഫിൻ, അതായത് താൻ ഏറ്റവും വിശ്വസിച്ചവർ തന്നെ ചതിച്ചു, അത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല, അപ്രതീക്ഷിതമായ ഒരു സാഹചര്യമാണ് സംഭവം കേസിലുണ്ടായത് എന്നാണോ ഇപ്പോൾ ഷീല സണ്ണി പറഞ്ഞു വെക്കുന്നത്? അത് തന്നെയാണ് ഷീല സണ്ണിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. അതായത് ഇവർ 72 ദിവസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നതിന് ശേഷം ഷീല സണ്ണി പിന്നീട് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു തന്റെ ബന്ധുക്കൾ മരുമകളുടെ സഹോദരിയും അവരെ സംശയിക്കാനുള്ള ഒരു കാരണം മറ്റാരും അത്തരത്തിലൊരു അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല എന്ന് അവർ പറയുന്നു. കാരണം തലേ ദിവസത്തെ സ്കൂട്ടറിൽ നിന്നുമാണ് ഈ ലഹരി മരുന്ന്, അതായത് വ്യാജ LSD കണ്ടെത്തുന്നത്. ഇത് എങ്ങനെ സ്കൂട്ടറിനുള്ളിൽ വന്നു എന്നതാണ് സംശയം. ആ ചിന്തയാണ് ഈ മരുമകളും അവരുടെ ബംഗളൂരുവിലുള്ള സഹോദരിയും ആണ് ഇതിന് പിന്നിലായിരിക്കാം എന്ന സംശയം ഷീല സണ്ണിക്ക് ഉണ്ടാകുന്നത്. കാരണം ഇവർ അറസ്റ്റിലാകുന്നതിന്റെ തലേ ദിവസം ഇരുവരും വീട്ടിലെത്തിയിരുന്നു. വീട്ടിൽ താമസിച്ച് സ്കൂട്ടർ രണ്ടുപേരും പുറത്ത് യാത്രയ്ക്കായി കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് ഇവരെ സംശയിക്കാനുള്ള കാരണമായത്. എന്നാൽ ഇത് ഈ ഷീല സണ്ണി ഇത് ആവർത്തിക്കുമ്പോഴും എക്സൈസിന് മുന്നിലുണ്ടായിരുന്ന ഒരു പ്രധാന ഘടകം, അതായത് വ്യാജ കേസാണെന്ന് വ്യക്തമായതിനു ശേഷവും എക്സൈസിന് മുന്നിൽ ഇത് അന്വേഷിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു പ്രധാന തടസ്സം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വ്യാജ വിവരം അല്ലെങ്കിൽ ഈ റിപ്പോർട്ട്, ഇവരുടെ സ്കൂട്ടറിനുള്ളിൽ LSD ഉണ്ട് എന്ന റിപ്പോർട്ട് പറയുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ സതീഷ് കുമാറിനെ വിളിച്ച് പറയുന്നത് ഒരു വിദേശ നമ്പറിൽ നിന്നുമാണ്, ഇന്റർനെറ്റ് നമ്പറിൽ നിന്നുമാണ്. ആ നമ്പർ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വിളിച്ചു പറഞ്ഞ ആളെ കണ്ടെത്താൻ പ്രയാസം നേരിട്ടിരുന്നത്. എന്നാൽ ഷീല സണ്ണി തന്നെക്കുറിച്ച്, അതായത് തനിക്ക് സംശയമുള്ള ആളെ കുറിച്ച് വ്യക്തമായി തന്നെ വീണ്ടും എക്സൈസ് ക്രൈംബ്രാഞ്ച് സംഘത്തിനോട് പറഞ്ഞപ്പോഴാണ് ആ യുവതിയെ കേന്ദ്രീകരിച്ച്, ബംഗളൂരുവിലുള്ള യുവതിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അങ്ങനെ കൂടുതൽ വിശദമായുള്ള അന്വേഷണത്തിനിടയിലാണ് ഇവർക്ക് തൃപ്പൂണിത്തുറയിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ട് ഉള്ളതായി വ്യക്തമായത്. ആ അക്കൗണ്ട് എങ്ങനെ വന്നു, എന്തുകൊണ്ടാണ് ബംഗളൂരുവിൽ താമസിക്കുന്ന യുവതിക്ക് എങ്ങനെയാണ് തൃപ്പൂണിത്തുറയിൽ അക്കൗണ്ട് വന്നത് എന്നതിനെ കുറിച്ച് വിശദമായി അന്വേഷിച്ച് ചോദ്യം ചെയ്യലിൽ അവർക്ക് വെളിപ്പെടുത്തേണ്ടി വന്നു. തന്റെ സുഹൃത്ത് മുഖേനയാണ്. അങ്ങനെയാണ് ഈ നാരായണദാസിലേക്ക് ഈ സംഭവം എത്തുന്നത്. ഒടുവിലാണ് നാരായണദാസിനെ കൂടി സംഭവത്തിൽ ഈ കേസിൽ പ്രതി ചേർത്തുകൊണ്ട് എക്സൈസ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. കാരണം ഇയാളെ ഹാജരാകാൻ, അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട 2 തവണ നോട്ടീസ് നൽകിയിട്ടും ഇയാൾ ഹാജരായിരുന്നില്ല. ഒടുവിൽ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് നാരായണദാസ് എത്തുന്നത്. തിയോഫിൻ തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.